ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പൂസ് യാത്രേൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്തെ ഒരു അടിപൊളി ബീച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തിൻ്റെ സൗത്ത് സൈഡിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി ബീച്ച്, നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് ഈ സൗത്ത് സൈഡിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി ബീച്ചാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പനത്തുറ എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു പക്ക മത്സ്യബന്ധന ഗ്രാമമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഇവരുടെ എല്ലാം ആ ഒരു അഭയകേന്ദ്രമായിട്ട് ഒരു ചെറിയ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള മുരുകൻ്റെ അമ്പലമാണിത്. പനത്തുറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. ഇവിടെ ഈ കാവടിയുടെ സമയത്തും അല്ലാതെ ഈ ഷഷ്ടി അതിൻ്റെയൊക്കെ സമയത്തൊക്കെ വളരെ ഒരുപാട് തിരക്ക് വരുന്ന, ഒരുപാട് ഉത്സവങ്ങളൊക്കെ ഉള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പനത്തുറ കണ്ടു. ഇനി അടുത്ത് തിരുവല്ലം ആറും കടലുമായിട്ട് ഒത്തുചേരുന്ന പൊഴി കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അത് പൊഴിക്കര എന്നാണ് ആ സ്ഥലത്തിനെ പറയുന്നത്. ഈ ഇവിടങ്ങളിൽ അറിയപ്പെടുന്നത് പൊഴിക്കര എന്നാണ്. അപ്പോൾ പൂവാറിലൊരു പൊഴിക്കരയുണ്ട്, പൊഴിക്കര ബീച്ചുണ്ട്. കൊല്ലത്ത് മറ്റൊരു പൊഴിക്കരയുണ്ട്. അപ്പോൾ നമ്മൾ പനത്തുറയ്ക്ക് അടുത്തുള്ള പൊഴിക്കരയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് തിരുവല്ലം ആറ് കടലുമായിട്ട് ചേരുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. എപ്പോഴും നാട്ടുകാരുടെ ഒരു കണ്ണ് നിങ്ങളുടെ പുറത്തുണ്ടാവും. മറ്റൊന്നും കണ്ടല്ല, ഒരുപാട് ആൾക്കാർ ഈ കുളിക്കാനെന്നും ഇത് കാണാനെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് അവർ കുറച്ചൊന്ന് ഈ നാട്ടുകാരൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ആഴമുള്ളൊരു ഭാഗമാണിത്. ഈ ഭാഗങ്ങളിലെല്ലാം ഈ മഴക്കാലത്ത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി ഇവിടെ എല്ലാം മുങ്ങുന്ന അവസ്ഥയെത്തുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ എന്നോട് പറഞ്ഞത്. തിരുവനന്തപുരത്ത് ഞാനിങ്ങനെ കയറ് പിരിക്കുന്ന ആ ഒരു രംഗം അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് നോക്കാം. ഇതെന്താ കയറിനാണ്? കയറിനാണ് ചല്ലി കയറിനാണ്? മുപ്പിരി 2 പിരിക്കുള്ളത് തന്നെ ഇറങ്ങും. മരുപ്പാനുള്ള കയറ് അവർ വിട്ടിറങ്ങും, കടലിൽ ചാടി ചത്തുകളും. അപ്പോൾ അങ്ങനെ ജോലി ഒന്നുമില്ല. മണ്ടി മാമ അങ്ങനെയുണ്ട് അതുപോലെ. ഓ ശരി. അവിടെ വണ്ടി ആനടിക്കാം, വണ്ടി ഇതെവിടെ കൊണ്ട് കൊടുക്കണത്? എവിടെ കൊണ്ട് കൊടുക്കണേ? വരും വന്നാൽ കൊടുക്കും കയറ്. ഇത് തന്നെ ഇത് ഇങ്ങനെ ആയിട്ട് കൊടുക്കുവോ അതാ സാധനം? ഇനി കാറാണ് കാട്ടുണ്ടോ? ഓ അത് ശരി. പിരിഞ്ഞ വിട്ട് വരും. ഓ കറക്കണം എനിക്ക് ഇറങ്ങിവിടാ. ഇങ്ങനെ ശനിയാഴ്ച മതി ഇങ്ങനെ കമ്പിയിൽ പിടിച്ച് അങ്ങനെ അങ്ങനെ പതുക്കെ കറക്കും. അതുമായിട്ട് നമ്മൾ വലിയ കാര്യമാണ്. ഓ അത് ശരി. മതി. ഇതിങ്ങനെ പിടിച്ച് പുഴു വെച്ച് തരാം. ചേരാൻ കറക്കുന്നു. മാറി 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 മക്കളെ. എങ്ങനെ പിടിക്കുന്നത്? കൊള്ളാം. ആ നാട്ടിലേക്ക് അത് വിട്ട് ഇത് വെച്ച് കറക്കണം. ഓ ശരി. മനസ്സിലായി? ഇവിടെ തന്നെ താമസം? ഓ ശരി. അപ്പോൾ കയറൊക്കെ പിരിച്ചെടുത്തു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഒരു അടിപൊളി പാടം കാണാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പിരിച്ച കയറല്ല ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് സമയം താമസിക്കാണ്ട് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. CRT TV ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട. TV എല്ലാം ഈ കംപ്ലൈൻ്റ് ആയിട്ടുള്ള TV ഒക്കെ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു സമയത്ത് അവർ ഫ്രീ ആയിട്ട് TV കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അതിലുള്ള ഒരു TV ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ വഴിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാലപ്പൂരയൊക്കെയാണ് പോകുന്നത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നിങ്ങൾ മലയാളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയിൽ കണ്ട ഒരു സ്ഥലമാണ്. ഇതിന് മുന്നേ പാലപ്പൂരിലെ പ്രശസ്തമായിട്ടുള്ള SB ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കുള്ള ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണാത്തവർ അത് കയറി കാണുക. ഒരു അടിപൊളി ഡിഷിനെ പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡായിരുന്നു അത്.
ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളായണി കായലിൻ്റെ അടുത്താണ്. നമ്മൾ മലയാളികൾക്കെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയായിരുന്നു കിരീടം. കിരീട സിനിമ, അതിലെ സേതുമാധവനെയും നമ്മുടെ ലാലേട്ടനെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എല്ലാ ആൾക്കാർക്കും. ആ സിനിമയ്ക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ സ്ഥലം കിരീടം പാലം എന്ന പേരിൽ പ്രശസ്തമായി. ഇപ്പോൾ എൻ്റെ പുറകെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാലം കാണാൻ പറ്റും. ആ പാലമാണ് നമ്മുടെ കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ പാട്ടിൽ വരുന്ന നമ്മുടെ ലാലേട്ടൻ ഇരുന്ന് അഭിനയിക്കുന്ന ആ ഒരു രംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ ആ പാട്ടിൽ മാത്രമല്ല, അല്ലാതെയും വേറെ ഒരുപാട് രംഗങ്ങൾ നമ്മുടെ ഈ വെള്ളായണിയിൽ ഈ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് കിരീടം സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനത്തുറയിൽ നിന്നടുത്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, എൻ്റെ കൂടെ ഹെൽപ്പ്, ഞാൻ പിരിച്ചതെന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ പിരിച്ചതൊന്നുമല്ല. എൻ്റെ കൂടെ ഹെൽപ്പോടുകൂടി ആ അമ്മൂമ്മ പിരിച്ചെടുത്ത കയറ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. സംഗതി ഇത്രയാണ്. എന്നിട്ട് പുള്ളിക്കാരി എനിക്കത് ഗിഫ്റ്റായിട്ട് അങ്ങ് തരികയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് കുടുംബ കാര്യങ്ങളും കുടുംബവിശേഷങ്ങൾ, എവിടെയാണ് നാട്, എവിടെയാണ് സ്ഥലം, അതൊക്കെ ചോദിച്ചു. അവരുടെ കുറച്ച് പരിഭവങ്ങൾ, ഇപ്പോൾ കൊറോണയൊക്കെ ബാധിച്ചിട്ട് അങ്ങനെ ആൾക്കാർ സാധനങ്ങളൊന്നും വാങ്ങാൻ വരുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ വീടിനടുത്തുള്ള അവർക്ക് വേണ്ടപ്പെട്ട ആരോ മരിച്ച കാര്യവും അതെല്ലാം പറഞ്ഞ് അതിന് അവർ ഈ സംഭവം എനിക്ക് ഗിഫ്റ്റ് തന്നു, ഇത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇത് ഈ ഏരിയ ഫുള്ള് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം മണി 9:30 കഴിഞ്ഞു. ഈ ഏരിയ ഫുള്ള് ആൾക്കാരാണ്, ഒരുപാട് ആൾക്കാരാണ്. എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ടും അതിൻ്റെയൊക്കെ സമയമാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ പല പോസിൽ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടിയിരിക്കുകയാണ്. ഒരു വെറൈറ്റി പൂച്ചെടി കണ്ടു കേട്ടോ. ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല രസമുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് തോന്നും. ഇതൊക്കെയാണ് നഴ്സറിയിൽ കൊണ്ടുവച്ചിട്ട് പൂച്ചെടി എന്ന് പറഞ്ഞ് 50 രൂപ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിൽക്കുന്നത്. കൊള്ളാം. പൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തള്ളിയതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പോൾ ഈ ചെടി, ഇതിപ്പോൾ ഇവിടെ സൈഡിലെല്ലാം ഒരുപാട് വളർന്നിരിക്കുന്ന ചെടിയാണ്. ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം അലങ്കാര ചെടികളുടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കണ്ടോ?
ഇതൊക്കെ കാണാൻ വരുന്നവർ ഈ ബോർഡ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഒരു ആവേശത്തിൽ കായലിലൊന്ന് ഇറങ്ങുകയോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമോശവും കാണിക്കരുത്. ഡേഞ്ചർ സ്ഥലമാണ്. ഓക്കെ, കാഴ്ചകളൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. തിരുവനന്തപുരത്തുള്ള 2 അടിപൊളി സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഭൂരിപക്ഷം പേരും ഈ തിരുവല്ലം ആറ് നമ്മുടെ കടലുമായിട്ട് ചേരുന്ന ആ ഒരു പൊഴി കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ കാണിക്കുക, കിരീടം പാലം നിങ്ങളെ കാണിക്കുക, പനത്തുറ നിങ്ങളെ കാണിക്കുക. ഇത്രയായിരുന്നു എൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഇടയിൽ യാദൃശികമായിട്ട് വീണ് കിട്ടിയതാണ് ആ മറ്റേ കയറൊക്കെ പിരിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോയുടെ ലിങ്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.